വെൽക്കം ടു സാൻസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഐസ്ക്രീമാണ്. ഒന്ന് കുക്കീസ് ആൻഡ് ക്രീമും, മറ്റേത് ചോക്ലേറ്റ്. ഇതിപ്പോൾ ഞാൻ ഹെവി വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ക്രീം തന്നെ വേണമെന്നില്ല, പാൽ വെച്ചിട്ടായാലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ആദ്യം ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അതിനിവിടെ 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യം മധുരത്തിനനുസരിച്ച്, പിന്നെ കൊക്കോ പൗഡർ, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പൗഡർ ഷുഗറോ ആഡ് ചെയ്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ വേണമെന്നില്ല. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ബൗള് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായി തണുത്തിരിക്കുക. അതിനകത്തോട്ട് നമുക്ക് ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 250 ഗ്രാം ഉണ്ട്. ഇനി ഒരു ബൗളിനകത്ത് കുറച്ച് ഐസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലാണ് ഞാൻ ഈ ബൗൾ വെച്ചിരിക്കുന്നത്. അന്നേരം നമുക്ക് പെട്ടെന്ന് വിസ്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി ഫ്രീസറിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. ഇനി ഇത് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഒരു 6 hours എടുക്കും ഇത് സെറ്റായി വരാനായിട്ട്. അടുത്തത് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുക്കീസ് ആൻഡ് ക്രീമാണ്. അതിനിവിടെ ഞാൻ 2 കപ്പ് ഹെവി ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഓറിയോയുടെ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം ചെയ്തതുപോലെ തന്നെ ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസും ഇട്ട് നല്ലോണം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ബേസ് എല്ലാം സെയിം തന്നെ, പിന്നെ നമ്മൾ ഫ്ലേവർ ഏത് വേണമെന്നുള്ളത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ദാണ്ട ഞാൻ നന്നായിട്ട് വിസ്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റും. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതും ഒരു 6 hours കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇത് ഇപ്പോൾ ഇതാണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമും കുക്കീസ് ആൻഡ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ബേസ് എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് ഏത് ടൈപ്പ് ഐസ്ക്രീം വേണമെങ്കിലും വീട്ടിൽ തയ്യാറാക്കാം. ക്രീമിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലും പിന്നെ ഷുഗറും വാനില എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഏത് ഫ്ലേവറാണെന്ന് വെച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.